ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചില ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ലൈഫിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നമ്മളിലേക്ക്, നമ്മുടെ ഡ്രീംസിലേക്ക് എത്താം എന്നുള്ള കാര്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ 3 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ മേക്ക് ഇറ്റ് ഇൻവിസിബിൾ ഫ്രം അവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മൾ ഓരോ ഡിസിഷനിലും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു ഷുഗർ കട്ട് ചെയ്തിരിക്കുന്ന ഒരാളെ മുന്നിൽ നല്ല മധുര പലഹാരമൊക്കെ കൊണ്ട് ഒരു പാത്രത്തിൽ വെച്ചാൽ അതെന്തായാലും അയാൾ എടുത്ത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. ഇവിടെ എന്താണെന്ന് വർക്ക് ചെയ്യുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റാണ്. അതേപോലെ ഫോണൊന്നും സ്ക്രോൾ ചെയ്യേണ്ട, എനിക്ക് നാളെ പരീക്ഷ എന്ന് വെച്ച് ഒരു കുട്ടി പഠിക്കാനിരുന്ന് ആ കുട്ടീൻ്റെ മുന്നിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ള യൂട്യൂബൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോണ് കൊണ്ടുവച്ചു. ആ കുട്ടി അതൊക്കെ എടുത്ത് കളിക്കാനുള്ള ചാൻസ്, ഫോണിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇവിടെ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നും നമുക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റേണ്ട ഒരു ബിഹേവിയർ, അത് ചെയ്യാൻ നമ്മളെ സ്വാധീനിക്കുന്ന ചില ക്യൂസ് ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. മേക്ക് ഇറ്റ് ഇൻവിസിബിൾ. നമ്മുടെ ഫോണ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻവിസിബിൾ ആക്കുക, നമ്മളെ മുന്നിൽ നിന്നും കാണാത്ത കുളത്തിൽ വെക്കുക. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്. നന്നായി സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അവർക്ക് ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഇതൊക്കെ നല്ല ടെൻഷനായിരിക്കുമ്പോൾ ഒരു സിഗരറ്റ് വലിച്ചാൽ എനിക്ക് ഒരു സ്ട്രെസ് റിലീഫ് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളാണ് നമ്മളെ ആ ഒരു ബിഹേവിയറിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. മീൻസ് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മളെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക. ഇങ്ങനെ ചിന്തിക്കുക, പകരം എനിക്കിത് വലിച്ച് അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച് എനിക്കൊരു ഉപകാരം ഉണ്ടാവുന്നില്ല, അതെനിക്ക് ദോഷം മാത്രമേ തരുന്നുള്ളൂ. ഡേ ടു ഡേ ഞാൻ വലിക്കുമ്പോൾ എൻ്റെ ലങ്സൊക്കെ തകരാറാവാണ്, എൻ്റെ ഹെൽത്ത് അത്രയ്ക്ക് മോശമാവാണ്. എന്നാൽ ഇത് എനിക്ക് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കില്ലാതെ എനിക്ക് ഒരു നല്ല കാര്യം എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനൊരു ലെവലിലാണ് മൈൻഡ് സെറ്റ് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അൺഅട്രാക്റ്റീവാക്കി മാറ്റുകയാണ് ആ ഒരു ഹാബിറ്റ്സ്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ സെക്കൻഡ് പോയിന്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്. ഫസ്റ്റ് ഇൻവിസിബിൾ ആക്കി, ദെൻ മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്. പിന്നെ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ദാറ്റ്സ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ആസ് മച്ച് ആസ് പോസിബിൾ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ എത്രമാത്രം ഡിഫിക്കൽട്ടാണോ നിങ്ങൾ അത്രമാത്രം ആ കാര്യം ചെയ്യാൻ തുനിയൂല. നിങ്ങൾ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ പോലീസ് പൊക്കും, നന്നായി പിഴ ഈടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യൂല. പല രാജ്യങ്ങളിലും പല കാര്യങ്ങളിലും ഇത് അവർ പ്രയോഗിച്ചാണ് ഈ ട്രാഫിക് റൂൾസ്. അവിടെ എത്രമാത്രം സ്ട്രിക്റ്റ് ആവുന്നു, എത്രമാത്രം ഒരു മനുഷ്യനത് ചെയ്ത് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നു, അത്രയ്ക്ക് ആ ഒരു ബാഡ് ബിഹേവിയർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തോന്നിയില്ല. സോ നിങ്ങൾക്ക് എന്താണോ മാറ്റേണ്ടത് അത് ഡിഫിക്കൽട്ടാക്കി മാറ്റാം. ഓക്കെ, അപ്പം ഈ ഒരു 3 പോയിൻറ്റ്സിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം ലൈഫിലേക്ക് എത്താൻ നിങ്ങളെ തടയുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫോൺ അഡിക്ഷനാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഒരു 3 പോയിൻറ്റ്സ് ആ ഫോൺ അഡിക്ഷൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്ത് വെക്കുക. എന്തായാലും റിസൾട്ട് കാണാൻ പറ്റും. ഇത് സൈക്കോളജിസ്റ്റുകൾ പല പരീക്ഷണങ്ങളിലൂടെയൊക്കെ തെളിയിച്ച് അങ്ങനെയുള്ളൊരു കാര്യമാണ് ഈ പോയിൻറ്റ്സ്. ഹൗ ടു ബ്രേക്ക് ബാഡ് ഹാബിറ്റ്സ് എന്നുള്ള റിസർച്ചിൻ്റെ അതിൻ്റെ അവസാനം നമുക്ക് കിട്ടിയ റിസൾട്ടാണ്. സോ ജസ്റ്റ് ട്രൈ ഇറ്റ്, യു ക്യാൻ ഫൈൻഡ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, അതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതേപോലുള്ള കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.